25-ാം തീയതി നാളെ തിയേറ്ററിൽ എത്തുന്ന ബറോസ് എന്ന് പറയുന്ന ലാലേട്ടൻ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടും മറ്റ് അപ്ഡേറ്റുകളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാൻ അതിൻ്റെ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബറോസിൻ്റെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പറയുന്നതിൻ്റെ മുന്നേ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയട്ടെ. മോഹൻലാൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ചിത്രമാണല്ലോ ബറോസ്. ഒട്ടനവധി വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ലാലേട്ടൻ എന്ന താരത്തിനുണ്ട്. മമ്മൂക്കയും ലാലേട്ടനും മലയാളത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. എന്നാൽ ഒരു വശം മമ്മൂക്ക ലാലേട്ടൻ്റെ സിനിമയെ കുറിച്ചിട്ട് ആശംസയുമായിട്ട് FBയിൽ എത്തിയിരിക്കുകയാണ്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇത്ര കാലം അഭിനയ സിദ്ധി കൊണ്ട് നമ്മളെ ത്രസിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്ത മോഹൻലാലിൻ്റെ ആദ്യ സംവിധാന സംരംഭമാണ് ബറോസ്. ഇക്കാലം അത്രയും അദ്ദേഹം നേടിയ അറിവും പരിചയവും ഈ സിനിമയ്ക്ക് ഉതകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ലാലിന് വിജയാശംസകൾ നേരുന്നു. പ്രാർത്ഥനകളോടെ സസ്നേഹം, സ്വന്തം മമ്മൂട്ടി എന്നാണ് മമ്മൂക്ക FBയിൽ കുറിച്ചിരിക്കുന്നത്. ആരാധകർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയുമെങ്കിലും ലാലേട്ടനും മമ്മൂക്കയും തമ്മിൽ കട്ട ചങ്ക്സ് ആയിട്ടാണ് എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇന്ന് രാത്രി 12 മണിയോടെ ബറോസ് എന്ന ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റ് സ്റ്റോപ്പായി പോവുകയാണല്ലോ. ഇപ്പോൾ ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ എവിടെ ചെന്ന് എത്തിയെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ചിത്രത്തിന്റെ 880ഓളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 56,000-ന് മുകളിൽ ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ട് ആയി. 1,08,00,000 രൂപയാണ് ചിത്രത്തിന്റെ ഇതുവരെയുള്ള പ്രീസെയിൽ കളക്ഷൻ. അത് ഇന്ന് രാത്രിയോട് കൂടെ ഏകദേശം 1.25-1.5 കോടിയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത്. ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ, അതും 3Dയിൽ ബിഗ് ബഡ്ജറ്റ് സിനിമ, 100 കോടിയോളം ബഡ്ജറ്റ് വരുന്നു എന്ന് പറയുന്ന സിനിമ, അതിൻ്റെ പ്രീസെയിൽ കളക്ഷൻ ഈ ഒരു ലെവലിലുള്ള പ്രീസെയിൽ കളക്ഷൻ ഒന്നും കണ്ടാൽ പോരാ. എന്നാൽ നമുക്ക് മനസ്സിലാവുന്നത് വലിയ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ ഈ ഒരു സിനിമയെ തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് തന്ത്രം. അതുകൊണ്ടാണ് ചിത്രത്തിൻ്റെ പ്രീസെയിൽ കളക്ഷൻ കുറഞ്ഞു പോയിരിക്കുന്നത്. അവർ ചെയ്ത കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ ലെവലിൽ വന്നിട്ടുണ്ട്. ഇനി സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ വേറെ ലെവൽ, വേറെ മാതിരി ബോക്സ് ഓഫീസ് വേട്ട നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പ്രീസെയിൽ കളക്ഷനിൽ അല്ലല്ലോ കാര്യം, ചിത്രത്തിൻ്റെ മൊത്തം കളക്ഷൻ എവിടെ ചെന്നെത്തു എന്നതിലാണല്ലോ കാര്യം. ഓക്കെ, ബൈ.